എന്തൊക്കെ എന്തൊക്കെ കള്ള കഥകളാണെന്നറിയോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ നമ്മുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയും കൈരളിയും മാത്രം സഹിച്ചാൽ മതിയായിരുന്നു കള്ളത്തരം വിളമ്പുന്ന കാര്യത്തിൽ. ഇപ്പൊ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരു മരം വെട്ടി ചാനൽ അറിയാലോ, ലോകത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആകെ തലകുനിക്കുന്ന ഒരു 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 പരിപാടിയാണ് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മുതലാളി. കാട്ടുകള്ളൻ വീരപ്പന്റെ അപ്പനെ തോൽപ്പിക്കുന്ന കാട്ടുകള്ളൻ കേസുള്ളതാണ്, മുട്ടിൽ മരമുറി കേസ്. അങ്ങനെ മരമുറി കള്ളനാണ് കോട്ടക്കെട്ടിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തുന്നത്. കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് കള്ളന് കഞ്ഞി വെക്കുന്ന കുറെ ജിമ്മി, പിന്നെ മൊട്ട, ഇവർ ഓരോ ദിവസവും പുതിയ പുതിയ സിദ്ധാന്തങ്ങളാണ്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താണ്, ബാംഗ്ലൂരിലെ 2 ആശുപത്രികളിലാണ് ഈ ഗർഭചിത്രം നടത്തിയത്. ഗർഭചിത്രം എടോ, ആണും പെണ്ണും പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭം ഉണ്ടാവും, അതിനെന്താ പ്രശ്നം? ഗർഭം ഉണ്ടായി കഴിയുമ്പോൾ ഗർഭചിത്രം നടത്തും. ഇതൊന്നും അസാധാരണ സംഭവമൊന്നുമില്ലല്ലോ. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഈ ആരോപണം ഉന്നയിച്ച് എന്ന് പറയപ്പെടുന്ന ഈ സ്ത്രീകൾ 2 പേരുണ്ടെന്നാ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരാളുടെ ശബ്ദരേഖ മാത്രമേ കേട്ടിട്ടുള്ളൂ. 18 വയസ്സ് പൂർത്തിയായ സ്ത്രീയാണ്. 18 വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഗർഭം ധരിച്ചാൽ അതിനുള്ള ഉത്തരവാദി സ്ത്രീ കൂടിയാണെന്നേ. ഈ സ്ത്രീകളൊക്കെ വിശുദ്ധയും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് മഹാ അക്രമിയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നില്ല? ഞാൻ പറഞ്ഞു ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാകാം. ഇപ്പൊ പറയുന്നത് എന്താണ്? അശാസ്ത്രീയ ഗർഭചിത്രമാണ് നടത്തിയെന്ന്. ഇപ്പൊ ബാംഗ്ലൂരും ഇല്ല, ആശുപത്രിയും ഇല്ല, ഒന്നുമില്ല. ഓരോ ദിവസവും പുതിയ സിദ്ധാന്തങ്ങളാണ്, പുതിയ കെട്ടുകഥകളാണ്. ഏതായാലും പരാതി ഉന്നയിച്ച സ്ത്രീകളാരും കേസിന് പോകില്ല. കേസിന് പോയി കഴിഞ്ഞാൽ കോടതി എടുത്ത് കണ്ട് കോടതി ഓടിക്കും. ഇവർക്കെതിരെ കേസ് വരും. മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്തു പോയി. എന്തൊക്കെയാണ് മെസ്സേജിൽ എന്താ പറയാ, എവിടെയോ ഹോട്ടലിലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ വേറെ മറ്റേ അവന്തിക പറഞ്ഞു എന്റെ ബലാത്സംഗം ചെയ്യുമോന്ന് ചോദിച്ചു. ചെയ്തോ? ചെയ്തിട്ടൊന്നുമില്ല, ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ബലാത്സംഗം ചെയ്യാൻ പോകുന്ന ആൾക്കാർ ആയിരുന്നു ചോദിക്കട്ടെ, ഞാൻ നിന്നെ ഒന്ന് ബലാത്സംഗം ചെയ്യട്ടെ. മലയാള സിനിമയിൽ പോലും പണ്ട് KP ഉമ്മറോ അല്ലെങ്കിൽ ഗോവിന്ദൻകുട്ടിയൊന്നും ഇങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല. ഫുൾ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇവരുടെയൊക്കെ വിചാരം, ഇപ്പൊ സാധാരണ ഈ മണ്ടന്മാരെന്ന് പറയുന്നത് CPM മാത്രമാണ്. ഇപ്പൊ അതിന്റെ കൂടെ ഇമാതിരി ഈ ചില ചാനലുകൾ, ഈ പത്രപ്രവർത്തകർക്ക് ആകെ അപമാനം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതാണ് പത്രപ്രവർത്തകൻ കോട്ടിട്ടിട്ട് AC മുറിയിൽ കയറി കണ്ട് വിടുവായത്തം പറയുക. മൊട്ടാരുന്നും ഇന്നലെയാണ് പൊട്ടിച്ചത്. ഞങ്ങളിതാ പുതിയൊരു വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നു. എന്ത് പുതിയ വെളിപ്പെടുത്തൽ? അപ്പൊ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് ആരാണ്? വി ഡി സതീശനെ പോലുള്ള ഇത്തരത്തിൽപ്പെട്ട മണഗുണാഞ്ചന്മാരാണ്. ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത് അറിയോ? ഇതിനൊക്കെ ചൂട്ട് കത്തിച്ചു കൊടുക്കുന്നത്. ഇവരുടെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അടുത്ത തവണ മുഖ്യമന്ത്രിയാവുക. എന്റെ മക്കളെ, അടുത്ത തവണയല്ല കോൺഗ്രസ് കേരളത്തിൽ ഇനി ഒരു കാലത്തും തിരിച്ചു വരില്ല. ഇന്ത്യയിലെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. അത് പിന്നെ മറ്റേ മണഗുണാഞ്ചൻ അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നതിന് വട്ടുപിടിച്ച് നടക്കുന്നുണ്ടല്ലോ, വേറൊരു പപ്പുമോൻ. അപ്പൊ ഏതായാലും കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനെയാണ്. CPM ആ ഒരു അവസരത്തിലാണ് CPM എങ്ങനെയെങ്കിലും ഒരു 3ാം തവണ ഇവിടെ കാരണം 3ാം തവണ നിലനിന്നിട്ടില്ല എങ്കിൽ CPMന്റെ സ്ഥിതിയും ഇനി പിന്നെ എടുക്കാനുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല. ഈ BJPക്കാരുടെ ഒരു ഭാഗ്യം നോക്കണേ. ഇവർക്ക് പ്രത്യേകിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പ്രവർത്തിക്കേണ്ട കാര്യം ആര് പ്രവർത്തിച്ചോളൂ എന്നറിയാം. ഇത് കോൺഗ്രസ്സുകാരും, അതായത് ശരിക്ക് BJPയുടെ, അതായത് 1.5-2% ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.4% ഉയരാൻ ഇടയാക്കിയത് BJPക്കാർ പോലും പറയില്ല ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. RSS ഉൾപ്പെടെയുള്ള നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് വർക്ക് ഇവർ നടത്തിയിട്ടുണ്ട്, നടത്താൻ പോകുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറം ഇവരെ സഹായിക്കുന്നത് ആരാണെന്ന് അറിയോ? ഈ പറയുന്ന CPMകാരും കോൺഗ്രസ്സുകാരുമാണ്. ഇപ്പൊ അയ്യപ്പ സംഗമം നിങ്ങൾ നോക്കുകയായിട്ട് അയ്യപ്പ സംഗമം കൊണ്ട് ഇവിടെ ബെനിഫിറ്റ് നേടാൻ പോകുന്നത് BJPക്കാർ മാത്രമാണ്. 20-ാം തീയതി കഴിയട്ടെ, അയ്യപ്പ സംഗമം നടന്നു കഴിയട്ടെ. അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ കണ്ടാൽ ഈ
കേരളത്തിലെ വിശ്വാസികളായ ഒരു വിശ്വാസി പോലും CPM വോട്ട് ചെയ്യില്ല. പിന്നെ കൂടെ കൂട്ടാൻ വെള്ളാപ്പള്ളിയും നാരായണ പണിക്കരല്ല മറ്റേ ആള്, അതിന് ശേഷം വന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഈ രണ്ട് സമുദായ നേതാക്കന്മാരുടെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവർക്ക് ഇവരുടേതായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവര് അണികളെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ട്, വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുന്ന കുറെ തെക്കൻ ഭാഗങ്ങളിലൊക്കെ കുറെ പൊട്ടന്മാരുണ്ടാവും. അതല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുന്ന ശ്രീനാരായണീയർ കേരളത്തിലുണ്ട്. മറ്റൊന്ന് വെള്ളാപ്പള്ളിയുടെ മോൻ NDA പക്ഷത്താണ്. വളരെ ശക്തമായി തന്നെ നരേന്ദ്രമോദിക്കൊപ്പം അമിത്ഷാക്കൊപ്പം നിലയുറപ്പിച്ചതാണ് വെള്ളാപ്പള്ളിയുടെ മകൻ. അച്ഛനൊരു വാത്ത്, മോന്, അതൊക്കെ അവരുടെ എന്താ പറയാ സ്വാതന്ത്ര്യങ്ങളെ ഞാൻ അതിനെ അല്ല പറയുന്നത്. ഇപ്പം നമ്മുടെ വെള്ളാപ്പള്ളിക്ക് പിണറായി വിജയന്റെ തൊള്ളി കയറ്റി നടക്കാം, മറ്റേ മകന് ആരുടെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ ഒക്കെ കൂടെ നടക്കാം. അതിനൊന്നും നമുക്ക് തെറ്റു പറയാനില്ല. പക്ഷെ പറ്റിക്കരുത്, ആളുകളെ പറ്റിക്കരുത്. കാരണം ഈ ഇഴവര് എന്ന് പറഞ്ഞാലേ പെട്ടെന്ന് പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. പക്ഷെ എല്ലാവർക്കും വിവരം വെച്ച് തുടങ്ങി. കേരളത്തിൽ എല്ലാവർക്കും വിവരം വെച്ച് തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് മാത്രമാണ്. പിണറായി സർക്കാർ വളരെ കൃത്യമായി 3ാം തവണയും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഹൈന്ദവ വിശ്വാസികളെ കയ്യിലെടുക്കാൻ പോവുകയാണ്. പക്ഷെ കയ്യിൽ ഹൈന്ദവ വിശ്വാസികളെ കിട്ടില്ല. കാരണം അയ്യപ്പ സംഗമം നടത്തുന്നത് പഴയ സത്യവാങ്മൂലമൊന്നും പിൻവലിക്കാതെയാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. അതായത് അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് സംഗമം? വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഇവരിപ്പോഴും ആചാര സംരക്ഷണത്തിനെതിരാണ്. ശബരിമലയിലെ ആചാരങ്ങൾക്ക് എതിരാണ് പിണറായി സർക്കാർ എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം ഇവര് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഇതുവരെ പിൻവലിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാറ്റിക്കൊടുത്തിട്ടില്ല. അതായത് ശബരിമലയില് ആചാരത്തിന് വിരുദ്ധമായി യുവതികളെ പ്രവേശിപ്പിക്കണം എന്നാണ് പിണറായി സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഗണപതി മിത്താണ് എന്നാണ് ഇവരുടെ നിലപാട്. ഗണപതി മിത്താണ് എന്ന് പറയുന്ന ഇവര് അയ്യപ്പ സംഗമം, മറ്റൊന്ന് അയ്യപ്പ സന്നിധിയിലെത്തിയിട്ട് കൈ രണ്ടും താഴ്ത്തിയിട്ട് അയ്യപ്പന് നേർക്കൊന്ന് നോക്കാൻ പോലും തയ്യാറാവാത്ത ദേവസ്വം മന്ത്രിമാര്, അങ്ങനെയുള്ള ആൾക്കാർ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിന് പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ അയ്യപ്പന്മാർ വരുമ്പോൾ അയ്യപ്പന്മാരോട് ശരണം വിളിക്കൂലേന്നേ. അയ്യപ്പ ശരണം വിളിക്കാത്ത എന്ത് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഇവര് കുറെ വ്യവസായികളൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് ശബരിമലയിൽ ഒരു പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് ഒരു നീക്കവും നടത്താത്ത, കേന്ദ്രം എല്ലാവിധ സഹകരണങ്ങളും നൽകിയിട്ടും ഭക്തന്മാരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച, അറിയാലോ കഴിഞ്ഞ പ്രാവശ്യമാണ് എന്തോ ഭാഗ്യത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ തീർത്ഥാടനം നടന്നത്. അതിന്റെ തലേ വർഷമൊക്കെ ശബരിമലയിലേക്ക് തീർത്ഥാടകർ വന്നിട്ട് അയ്യപ്പനെ ദർശിക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ ആകെ നിയന്ത്രണങ്ങളൊക്കെ തെറ്റിച്ചിരുന്നു. അങ്ങനെ ഈ ഭക്തന്മാരോട് എല്ലാ കാലത്തും മുഖം തിരിച്ചു നിന്ന, അതാണ് CPM-ന്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിരുദ്ധതയാണ്. ഇതിപ്പോ പ്രത്യേകിച്ച് ഓരോന്നോരോന്നും പറയേണ്ട കാര്യമില്ല. ഇവരുടെ പ്രസ്താവനകൾ തന്നെ നോക്കിയാൽ മതി. പിണറായി വിജയൻ മുതൽ ഇങ്ങേയറ്റത്ത് പൂമരൻ വരെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഈ അയ്യപ്പനെയും ആളിയപ്പുറത്തമ്മയെയും സംബന്ധിച്ച് ഇത്ര വലിയ അധിക്ഷേപ പരാമർശം നടത്തിയ പൂമരനെ സംബന്ധിച്ച് ഇവരെന്താണ് പൂമരനെ തിരുത്താത്തത്? അയ്യപ്പനും മാളിയപ്പുറത്തമ്മയും കല്യാണം കഴിച്ചു എന്ന ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇത്ര ധൈര്യത്തിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെ കുറിച്ച് പൂമരം മിണ്ടുവോ? ഇസ്ലാമിക എന്താ പറയാ അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച്, ഖുറാനെ കുറിച്ച് പൂമരന് മിണ്ടാൻ ധൈര്യം ഉണ്ടാവും? മാളിയപ്പുറത്തമ്മയും അയ്യപ്പനെ കല്യാണം കഴിച്ചു, മാളിയപ്പുറത്തമ്മ കരഞ്ഞിട്ടാണ് പ്രളയമുണ്ടായത്. മറ്റേ ശ്രീമതി ടീച്ചർ പറയുന്നു അമ്പലക്കുളം സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് അമ്പലക്കുളം.
ഈ പിണറായിയുടെ പ്രസംഗങ്ങൾ പിന്നെ പറയാനില്ല. ശബരിമലയിൽ യുവതികളെ ഇനിയും കയറ്റുന്നാണ് പിണറായി പറഞ്ഞത്. അവസാനം മൂട് പൊള്ളിയപ്പോഴാണ് തൽക്കാലം പിന്നെ മിണ്ടാട്ടം മുട്ടിയത്. എങ്കിലും അതൊന്ന് തിരുത്താൻ നൂറല്ല ആയിരക്കണക്കിന് വിശ്വാസികൾക്കെതിരെയാണ് കേസെടുത്തത്. അവിടുന്ന് ശരണം വിളിച്ചതിനാണ് കേസെടുത്തത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഉളുപ്പും മാനും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട് എന്ത് നെറികെട്ട പ്രവർത്തനവും നടത്തുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അയ്യപ്പ സംഘം. അപ്പൊ ഏതായാലും അയ്യപ്പ സംഘം നടത്തട്ടെ. വി ഡി സതീശൻ പറയുന്നത് ഞാൻ പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ പറയുന്നു പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല. വി ഡി സതീശൻ ഒരുപക്ഷെ പങ്കെടുത്തേക്കും. കാരണം കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനെയാണല്ലോ. കോൺഗ്രസിന്റെ സ്ഥിതിയിലേക്ക് വരാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവര് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്തിയാടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ വയസ്സന്മാരുടെ കയ്യിൽ ഈ അധികാരം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ അടുത്ത തവണ എന്ന് പറഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ യു ഡി എഫ് ജയിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ യു ഡി എഫ് ആണ് ജയിക്കുന്നത്. അപ്പോ മുഖ്യമന്ത്രി ആരാണ്? മുഖ്യമന്ത്രി സതീശൻ അല്ല, മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല അല്ല, സുധാകരായിട്ടും നോക്കാലോ. എന്താ ശശി തരൂരിനെ ഒഴിവാക്കണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് അവരിങ്ങനെ എണിഞ്ഞിരിക്കുകയാണ്. ഇതാ അടുത്ത തവണ വരാൻ പോകുന്നു. കണ്ടറിയണം. ആരെ പറഞ്ഞ പോലെ ഈ വി ഡി സതീശൻ അടുത്ത തവണ പ്രതിപക്ഷ നേതാവ് പോലും ആകില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് പഴയ കോൺഗ്രസ് അല്ല. നിങ്ങൾക്കറിയാലോ, കോൺഗ്രസിലെ ഒരു കരുത്തരായ ഒരു യുവനിര ഉയർന്നു വരുന്നുണ്ട്. ബി ജെ പിയിലെ ഒരു പക്ഷെ ആ രീതിയിലുണ്ട്. പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല. ഒക്കെ പൊട്ടന്മാരാണ്. ഒക്കെ പൊട്ടന്മാരും മണ്ടന്മാരും അടിമകളുമാണ്. കോമാളികളുടെ തമ്പുരാനാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കോമാളികളുടെ തമ്പുരാക്കന്മാർ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എങ്കിലും നമുക്ക് ആ സ്ഥാനം ഗോവിന്ദന് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പം ഗോവിന്ദന് തന്നെ കൊടുക്കണം കോമാളി. അങ്ങനെ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2ാം നിര 3ാം നിര നേതാക്കന്മാരൊന്നും അതിലില്ല. ഉണ്ടൊക്കെ തന്നെ നമുക്ക് ആരുടെയൊക്കെ പേര് പറയാം. എ റഹീം, ചിന്താ ജെറോം, പി പി ദിവ്യ ബുള്ളറ്റിലാണ് കേട്ടോ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു പി പി ദിവ്യ സഞ്ചരിക്കേണ്ടത് ബുള്ളറ്റിലല്ല, മറ്റേ പോത്തിന്റെ പുറത്താണെന്ന്. അതിലാണല്ലോ കാലൻ സഞ്ചരിക്കുക. അപ്പൊ ഇമ്മാതിരി പി പി ദിവ്യ പോലുള്ള കാലത്തികളും ചിന്താ ജെറോമിനെ പോലുള്ള വങ്കത്തികളും എ റഹീമിനെ പോലുള്ള കോമാളി കൂട്ടങ്ങളൊക്കെ ഉള്ള പിന്നെ പൂമരനും ഉണ്ടല്ലോ. ഇമ്മാതിരി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വില കൽപ്പിക്കാതെ പുച്ഛിക്കുന്ന മുഖത്തേക്ക് ആട്ടി തുപ്പുന്ന തരത്തിലുള്ള യുവനിരയാണ് ഇവിടെയുള്ളത്, സി പി എമ്മിനുള്ളത്. കോൺഗ്രസ്സുകാരാകട്ടെ ഷാഫി പറമ്പിലിനെ പോലെ, ശ്രീകണ്ഠനെ പോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ, റോജിയെ പോലെ ഏറ്റവും പ്രസരിപ്പുള്ള ഒരുപാട് യുവ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. ഇതാണ് കോൺഗ്രസിലെ അപ്പൂപ്പന്മാർക്ക് രസിക്കാത്തത്. അങ്ങനെയാണ് ഇത് കോൺഗ്രസിലെ തന്നെ ഒരു യുവതിയാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന വ്യാജ പരാതികൾ ഉന്നയിച്ചത് മുഴുവനും ഈ പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാരാണ്. ഒരു വടി കിട്ടിയപ്പോൾ അടിക്കാൻ ഏതായാലും സി പി എമ്മുകാരും മിടുക്കന്മാരാണല്ലോ. അങ്ങനെയാണ് ഈ പാവം ചെറുപ്പക്കാരനെതിരെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്.